ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ പറയട്ടെ. അപ്പോൾ ഞാനിന്ന് പറയുന്ന വീഡിയോ എന്ന് വെച്ചാൽ എനിക്കില്ലേ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പറയാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കേൾക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമില്ലോണ്ട് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ കുറേ കാലമായി ഇത് പറയാത്തത്. എന്നാലും മറവിയല്ലേ ഇപ്പം എല്ലാവർക്കും, അതുകൊണ്ട് പറയാമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണില്ലേ, അവിടെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്നിട്ട് സൈഡിൽ കാണിക്കൂലേ, അവിടെ ഒന്ന് ഞെക്കുമ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് വരും. എന്നിട്ടൊരു ബെല്ലിൻ്റെ അടയാളമുണ്ട്, അവിടെ അമർത്തുമ്പോൾ ബെൽ ബട്ടൺ അമർത്തി ഓൾ കൊടുത്താൽ പിന്നെയും എൻ്റെ വർത്തമാനം കേൾക്കാൻ ആഗ്രഹമില്ലവർക്ക് പിന്നെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലാത്തവർ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് വെച്ചാൽ മിക്ക ആൾക്കാരും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലൊക്കെ പറയുന്നത് കേൾക്കുന്നത് പിന്നെ അയ്യോ ഈ 2024 കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, എനിക്കൊട്ടും നല്ലതല്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയും എനിക്ക് 2024 ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന്. 2024 എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന വർഷമായിരുന്നു 2024. അപ്പം നമ്മളെപ്പോഴും സന്തോഷമായി പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടായത്. അതായത് 24 കഴിയാൻ പോകുമല്ലേ. അപ്പോൾ 25-ലെത്തും മുന്നേ നമ്മൾ എത്ര കൂടുതൽ വാർത്തകൾ കേട്ടിരിക്കുന്നത് തട്ടിപ്പ് അല്ലേ. നമ്മളെ സാധാരണ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് തട്ടിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവരും മലയാളികളെയാണ് കുറ്റം പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാ ഭാഷക്കാരും എല്ലാ നാട്ടുകാരും എല്ലാ രാജ്യക്കാരും തട്ടിപ്പിൽ ഇരയാവുന്നുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വ്യക്തിപരമായ കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാർ തട്ടിപ്പിൽ പെട്ടുപോകുന്നു, അറിയാം കാര്യങ്ങളൊക്കെ, പക്ഷെ അറിയാണ്ട് പെട്ടുപോകുന്നു അല്ലേ. അതിനാണ് നമുക്കെപ്പോഴും ഒരു ബോധം വേണ്ടത്. നമ്മളെ ഉപബോധ മനസ്സിലും എപ്പോഴും നമ്മൾ ആ ബോധത്തിലായിരിക്കണം നമ്മൾ തട്ടിപ്പിൽ പെടൂല എന്നുള്ളത്. പിന്നെ അവരബദ്ധവശാൽ പെട്ടുപോയാൽ അത് നമ്മളെ വിധി, അതിനാണ് വിധി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കരുതിക്കൂട്ടി വന്നിൽ ചാടുന്നതിനെ നമ്മൾ വിധി എന്ന് പറയില്ല. നമ്മൾ അറിഞ്ഞും കൊണ്ട് പിന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടും നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വിധിയാണ്. അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുത്താൽ അതിന് വിധി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും നമുക്ക് ഉണ്ടാവണം നമ്മൾ ആരെയും ചതിയിൽ പെടൂല എന്നുള്ളത്. അത് എന്ത് കാര്യത്തിലായാലും, പൈസയുടെ കാര്യത്തിലായാലും ഇനിയിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിലൊന്നും പൈസയുടെ കാര്യം പറയാം. ഞാൻ പറയട്ടെ, ഇപ്പോഴും ഉണ്ട് സ്വർണ്ണം കളറാക്കാൻ കൊടുത്തിട്ട് സ്വർണ്ണം കൊണ്ടുപോകുന്ന തട്ടിപ്പ്. എൻ്റെ എല്ലാം ഓർമ്മയിൽ ഞാനെല്ലാം അക്ഷരം പഠിച്ചു തുടങ്ങി പേപ്പർ വായിച്ച് പിന്നെ തുടങ്ങിയ കാലം തൊട്ടേ കേൾക്കുന്നതാണ്. വീട്ടിൽ വന്നു സ്വർണ്ണം കളറാക്കി തരാൻ എന്നിട്ട് കൊടുത്തു, അത് അവർ കൊണ്ടുപോയി എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാനും കൂടി അത് ഉപയോഗിക്കണം. ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് അപ്പോഴും മറന്നു പോകാണ്ട് നമ്മളെ ബോധത്തിൽ തന്നെ അത് വെക്കണം. അപ്പോൾ തട്ടിപ്പിൽ നമ്മളെ പെടാണ്ടിരിക്കാനുള്ള ഒരിത് നമുക്കില്ല അറിവിനെയും കഴിവിനെയെല്ലാം കാളും നമ്മളത് ബോധത്തിൽ നമ്മളത് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ പറയുന്നില്ലേ റോഡിൽ പോകുമ്പം വഴി ചോദിച്ചിട്ട് ബൈക്കുകാരൻ വരുന്നത്. അപ്പോൾ പിന്നെ കേട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ മാല പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ. അത് അങ്ങനെയൊക്കെ വരുമ്പം ബൈക്കുകാരൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെതായ ഒരു ദൂരത്തിൽ നിൽക്കണമെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ കൂടാതെ OTP ചോദിക്കുന്ന കാര്യം എത്ര പറഞ്ഞു കൊടുത്താലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. ബാങ്കുകാർ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ പിന്നെ നിങ്ങളെ OTP ഒന്നും നിങ്ങളെ ഫോണിൽ വിളിച്ച് ചോദിക്കില്ല. എന്നിട്ടും ആൾക്കാർ OTP പറഞ്ഞു കൊടുത്തിട്ട് പൈസ പോകുന്നത്. അതുകൂടാണ്ട് മറ്റേ ഫോൺ വിളിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു ഇതില്ലേ, ഇപ്പം നമ്മൾ ആരെ ഫോൺ വിളിക്കുമ്പോൾ ഫോണിൽ അനൗൺസ്മെൻറ്റ് വരുന്നതാണെന്നില്ലേ, പിന്നെ സൈബർ കുറ്റവാളികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരതും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ നമ്മൾ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്, ജയിലിലിട്ടിട്ടുണ്ട്, ഇപ്പം ഇത്ര ലക്ഷം റുപ്യ അയച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അത് അവരൊരു പിന്നെ നമ്മളെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയാണെന്ന് പറയുന്നത്. അവരോട് സംസാരിച്ച് പോയാൽ നമ്മളെ അവർ പെടുത്തുന്ന പറയുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും കഴിവ് അവർക്ക്. അപ്പോൾ അങ്ങനെയില്ലേൽ എല്ലാം പെടാണ്ട് നോക്കലാണ് മെയിൻ കാര്യം. അതാണ് ഞാൻ തട്ടിപ്പ് എന്നുള്ള പോയിന്റ് പറഞ്ഞത് കേട്ടോ. പിന്നെ അത് നമ്മളെ ബോധ മനസ്സിലോ ഉറപ്പിച്ച് വെക്കണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണിൽ പിന്നെ ഇപ്പോൾ ഈ ന്യൂ ഇയറിലാകുമ്പോൾ പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ വരും. ഒന്നിലും കൊണ്ടുപോയിട്ട് ഞെക്കിക്കളയരുത്.
ഈ ടച്ച് ഫോണായതിനോടെയാണ് ആൾക്കാർ അതും ഇതും പിടിച്ച് ഞെക്കിയിട്ട് വലിയ കുഴപ്പങ്ങളിൽ ചാടുന്നത്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ആത്മഹത്യേൻ്റെ ആയിരുന്നു ഒരുപാട് കേട്ടിട്ടുള്ളത്. എത്രയാ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു. 5 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചവർ ചെയ്യുന്നു, അല്ലാത്തവരെല്ലാവരും ആത്മഹത്യ ചെയ്യുന്നു. അതും പിന്നെ ഇതുപോലെ വിധി എന്ന് പറഞ്ഞാലും അതും കുറേയെല്ലാം നമ്മൾ തന്നെ എല്ലാത്തിനും ഒരാളെ വിജയത്തിനും പരാജയത്തിനും എല്ലാം കാരണം നമ്മളെ മനസ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അങ്ങനെ ചിന്തിക്കാൻ കഴിയണം പറയണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്, പിന്നെ യോഗ ചെയ്യുക, ധ്യാനത്തിലിരിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ പ്രവേശിച്ചിട്ടുണ്ടാവല്ലോ, അവിടെ കണ്ണടച്ച് ആദ്യമൊന്നും ഏകാഗ്രത കിട്ടുമൊന്നുമില്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമുക്ക് പിന്നെ കിട്ടും. അതിന് നല്ല യോഗാചാര്യന്മാരുണ്ടാവും, നല്ല പഠിച്ച നല്ല ആൾക്കാർ. അങ്ങനെ ഇങ്ങനെയില്ല അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ യോഗയും പഠിച്ച് ധ്യാനം എല്ലാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യമാണ് യോഗയും ധ്യാനവും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് യോഗ ചെയ്തിട്ട് നടുവേദനയും കൈവേദനയും വരാൻ പാടില്ല. ധ്യാനത്തിനെ പറ്റിയിട്ടും അല്ല, നല്ല നല്ല ആൾക്കാരുടെ സ്പീച്ചെല്ലാം ഉണ്ടാവും. അതെല്ലാം കേട്ട് നമ്മൾ അതിൻ്റെ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുത്തിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഡിപ്രഷൻ വരുന്നത്. അതും അങ്ങനെ. നമുക്ക് എന്തിനോടെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാവണം. എല്ലാവർക്കും ഒരു കഴിവ് ഇല്ലാത്ത ആരുമില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല എന്നെല്ലാം ചിലവർ പറയും. പക്ഷേങ്കിൽ അങ്ങനെ ആയാൽ മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് വേണം. ചിലവർക്ക് എഴുതാനായിരിക്കും ഒരുപാട് കഥയോ കവിതയിലോ എഴുതാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലവർക്ക് തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കണം. പിന്നെ അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം തീരുമാനിക്കണം. പിന്നെ നമ്മളെ കൊച്ചുങ്ങൾ പഠിച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് ജോലിക്ക് ചിലപ്പോൾ വിദേശത്തോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ ജോലി കിട്ടി ഒന്നുകിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് വീട്ടിൽ വന്ന് പോകുന്ന ജോലിയായിരിക്കും. അല്ലെങ്കിൽ അവർ പുറത്ത് പോയാൽ ഈ അച്ഛനും അമ്മയും ഈ കൊച്ചുങ്ങൾക്ക് ഒരു ജോലി കിട്ടിയ കാലം മുതൽ അച്ഛനും അമ്മയും തരിച്ചായിരിക്കും. അത് നമ്മൾ ഇനിയില്ല തലമുറ, എൻ്റെ എല്ലാം ഒരു പ്രായത്തിലുള്ളവർ, അതിന് മുന്നേ ഉള്ളവരായാലും അവർ മനസ്സിലുറപ്പിക്കണം. നമ്മളിനി ഒറ്റയ്ക്ക് താമസിക്കാനില്ല. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഭാര്യയോ ഭർത്താവോ ആദ്യം മരിച്ചു പോയാലും ഭാര്യ തനിച്ച് താമസിക്കണം, അല്ലെ ഭർത്താവ് തനിച്ച്, ഇതെല്ലാം തനിച്ച് താമസിക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമല്ലേ, രാവും പകലും അതൊന്നും ഓർക്കണ്ട. എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഞാൻ ഇത്രയും പോയിൻ്റ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ കല്യാണം കഴിഞ്ഞപാട് പിരിയുന്ന കൂടാണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കും ഭാര്യയും ഭർത്താവും. ആ സമയത്തും കൂടി നമ്മൾ സെലിബ്രിറ്റിമാരത് കേൾക്കുന്നുണ്ട്. സെലിബ്രിറ്റിമാരുടെ മാത്രമൊന്നും പറയണ്ട, നമ്മളെപ്പോലെ സാധാരണക്കാരുണ്ട്. പിന്നെ ആ സമയത്ത് ഡൈവേഴ്സ് ആകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവില്ല, ഭർത്താവ് മാത്രം ജോലി ചെയ്തിട്ട് ആ കുടുംബവും നോക്കി കുട്ടികളെയും കല്യാണം കഴിച്ച് വെച്ച് അവരെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ച് ഭാര്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ലാസ്റ്റ് ഭർത്താവിനെ ഡൈവേഴ്സ് എന്ന് പറയുന്നത് പരിപാടിയല്ല. എനിക്ക് ആ വേർഡ് ഉപയോഗിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഭാര്യനായാലും ഭർത്താവിനായാലും ആരും ഉപേക്ഷിക്കാൻ പാടില്ല. അതിന് നല്ലൊരു നിയമമാണ് വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നിയമം അത്ര സ്ട്രോങ് അല്ല. പ്രായപൂർത്തിയായവർക്ക് ഒന്നിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഭർത്താവിനെ വേറെ ആൾക്കാരൊപ്പം പോയി താമസിക്കുന്നതും അതിനെല്ലാം ഇപ്പോൾ നിയമത്തിന് സപ്പോർട്ട് ഉണ്ടെന്നാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി, അത് പിന്നെ നമ്മൾ മാത്രം ചിന്തിച്ച് തീരുമാനമെടുത്ത് സ്നേഹത്തോടെ ജീവിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. നമ്മൾ ഒരിക്കലും വിട്ടുപോകാണ്ട് കല്യാണം കഴിഞ്ഞ് നമ്മളെ ജീവിതകാലം വരെ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്നില്ലായിരുന്നു ഞാനൊരു അടുത്തതിൽ പറയും. ഇതന്നെ ഇപ്പം ലോങ് ആയിപ്പോയി. അതുകൊണ്ട് ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായൊരു പുതുവർഷം ആശംസിക്കുന്നു, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാം. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.